Very good morning, all my dear students. Today we are going to discuss about the vital signs, pulse and respiration. During the last classes, we discussed about the blood pressure and temperature. So, in major vital signs, there is two more left, pulse and respiration. Okay. So, what is pulse? Pulse rate. എന്താണ് ഈ പൾസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൾസ് എന്താണെന്ന്? പൾസ് നോക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പൾസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ മെഷർമെന്റ് ഓഫ് ദ ഹാർട്ട് റേറ്റ് ഓർ ദി നമ്പർ ഓഫ് ടൈംസ് ദ ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ്. ഹാർട്ട് നമ്മളെ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം നമ്മളെ ഹാർട്ട് മിടിക്കുന്നുണ്ടോ അതാണ് എന്ത് നമ്മൾ പൾസായിട്ട് പറയുന്നത്. Okay, as the heart pushes blood through the arteries expand and contract with the flow of blood. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഹാർട്ട് സിസ്റ്റോളിയും ഡയസ്റ്റോളിയും ഉണ്ടല്ലേ, ഒരു കൺട്രാക്ഷൻ ഫേസും ഒരു റിലാക്സേഷൻ ഫേസും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ബ്ലഡ് എന്ത് ചെയ്യും? ആർട്ടറീസിലും പിന്നെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എക്സ്പാൻഷനും കൺട്രാക്ഷനും ഉണ്ടാവും. ടേക്കിംഗ് എ പൾസ് നോട്ട് ഓൺലി മെഷേഴ്സ് ദ ഹാർട്ട് റേറ്റ് ബട്ട് ഓൾസോ can indicate heart rhythm, strength of the pulse. ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനും പറ്റും എങ്ങനെയാണ് ഹാർട്ട് മിടിക്കുന്നത്, അതായത് അത് പിന്നെ റെഗുലർ ആയിട്ടാണോ ഇറഗുലർ ആയിട്ടാണോ, പിന്നെ അതിൻ്റെ സ്ട്രെങ്ത് ഓഫ് ദ പൾസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൾസ് മെഷർ ചെയ്യുന്നതിലൂടെ അറിയാൻ വേണ്ടി പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? ഒരു പ്രാവശ്യം ഒരു മിനിറ്റിൽ നമ്മുടെ ഹൃദയം എത്ര പ്രാവശ്യം കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത് ഉള്ളതിന്റെ നമ്പർ, ഹാർട്ട് റേറ്റ്, അതാണ് നമ്മൾ ആർട്ടറീസിൽ എക്സ്പാൻഡ് ചെയ്യുകയും കൺട്രാക്ട് ചെയ്യുന്നത് നോക്കിയിട്ട് പറയുന്നത്. അതിനെയാണ് പൾസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് എൻ ആൾട്ടർനേറ്റ് എക്സ്പാൻഷൻ ആൻഡ് റീകോയിൽ ഓഫ് എൻ ആർട്ടറി ആസ് ദ വേവ് ഓഫ് ബ്ലഡ് ഈസ് ഫോഴ്സ് ത്രൂ ഇറ്റ് ബൈ ദ കൺട്രാക്ഷൻ ഓഫ് ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ. നമ്മുടെ ഹാർട്ടിലെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെയുള്ള ബ്ലഡ് ഒക്കെ പുറത്തേക്ക് വരും. അത് ആർട്ടറീസിലൂടെ ഫ്ലോ ചെയ്യൂലേ. ദ ബ്ലഡ് ട്രാവൽ ടു ദ 4 ഹാർട്ട് ചേമ്പേഴ്സ്. വൺ ഓഫ് ദി ചേമ്പേഴ്സ്, റൈറ്റ് ഏട്രിയം, കണ്ടെയ്ൻസ് ദി സൈനസ് നോഡ് വിച്ച് ആക്ട് ആസ് ദ പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട്. SA നോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. The body's nervous system, neurotransmitters and hormones regulate the sinus node and play a huge role in the how the body regulate the heart rate and pulse. Heart rate ഉം പൾസും സെയിം ആയിരിക്കില്ലേ അല്ലേ? എത്ര പ്രാവശ്യം ഹാർട്ട് കൺട്രാക്ട് ചെയ്യുക റിലാക്സ് ചെയ്യുന്നുണ്ടോ അത്ര പ്രാവശ്യം തന്നെയല്ലേ ബ്ലഡ് ആർട്ടറീസിലൂടെ ഫ്ലോ ചെയ്യുക, അതേ ലെവലിൽ തന്നെയല്ലേ? അപ്പൊ അത് രണ്ടും സെയിം ആയിരിക്കും. ഇത് റേറ്റ് ഓഫ് പൾസ് ഇസ് സ്റ്റേറ്റഡ് ദ നമ്പർ ഓഫ് പൾസസ് പെർ മിനിറ്റ്. എല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ അങ്ങനെയാണല്ലേ പറയണ്ടേ? ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം. കൗണ്ട് ദി പൾസസ് ഫോർ നോട്ട് ലെസ് ദാൻ ഹാഫ് മിനിറ്റ്. എപ്പോഴും നമ്മൾ പിന്നെ 10 സെക്കൻഡ് നോക്കിയിട്ട് 6 കൊണ്ട് ഗുണിക്കാനൊന്നും പറ്റൂല. ഒരു മിനിറ്റ് തന്നെ നോക്കണം. ഒക്കെ എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 30 സെക്കൻഡ്സ് നോക്കിയിട്ട് അതിനെ into 2 ആക്കാം. Volume of force refers to the strength of the pulse when the heart contracts. വോളിയം അല്ലെങ്കിൽ പൾസിന്റെ വോളിയം അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് ദ പൾസ് ആണ്. വോളിയം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫോഴ്സ്ഫുൾനെസ് ഓഫ് ദ ഹാർട്ട് ബീറ്റ്, കണ്ടീഷൻ ഓഫ് ദ ആർട്ടീരിയൽ വാൾസ് ആൻഡ് ഹൈഡ്രേഷൻ ഓർ ഡീഹൈഡ്രേഷൻ. ഇതൊക്കെ ഹൈഡ്രേഷനെയും ഡീഹൈഡ്രേഷനെയും ആർട്ടീരിയൽ വാളിന്റെ കണ്ടീഷനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും വോളിയം. ഓക്കെ, ഹാർട്ട് ബീറ്റിന്റെ ഫോഴ്സ് ഒക്കെ അനുസരിച്ച് വോളിയം ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ പൾസ് റേറ്റ് എന്താണ്? സാധാരണ പോലെ തന്നെ അയാൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, അയാളുടെ ഏജ്, ജെൻഡർ, ആണാണോ പെണ്ണാണോ, ബോഡിയുടെ സൈസ്, ഫിസിക്കൽ കണ്ടീഷൻ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, പിന്നെ അയാളുടെ ഇമോഷണൽ സ്റ്റാറ്റസ് സച്ച് ആസ് ഡിപ്രഷൻ, ഫിയർ, ആങ്സൈറ്റി, ആങ്കർ, പേടി ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹാർട്ട് കൂടുതൽ മിടിക്കൂലേ? ദേഷ്യം പിടിച്ചാൽ മിടിക്കൂലേ? ഓക്കെ, ഡിപ്രഷൻ ആവുന്ന സമയത്ത് എന്താണ്? കുറയുകയാണ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി പൾസ് റേറ്റ്. ഓക്കെ, നോർമൽ
pulse for healthy adult ranges from 60 to 100 beats per minute. ഒരു ആവറേജ് ആയിട്ട് നമ്മൾ എത്രയാ പറയാ? ആവറേജ് ആയിട്ട് 72 beats per minute എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, and normal pulse for healthy adult is 60 to 100 beats per minute ആണ്. Average 72 beats per minute ആണ്. The pulse rate may fluctuate or increase with exercise, illness, injury and emotions. And female age 12 and older in general tend to have a faster heartbeat than males. ആണുങ്ങളെക്കാളും കൂടുതൽ 12 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ ഫീമെയിൽ ജെൻഡറിൽ എന്തായിരിക്കും? ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ athletes such as runners who do a lot of cardiovascular condition may have heart rate near 40 beats per minute and experience no problem. എന്താണ് അറിയോ അത്? എങ്ങനെയാണ്? അത്ലറ്റിന്റെ നല്ലതായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകളുടെ ഹാർട്ട് ബീറ്റ് കുറവായിരിക്കും. അതെങ്ങനെയാണ്? ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റ് ഒക്കെ കുറവായിരിക്കും. അത് എന്തുകൊണ്ടാണ്? അവർക്ക് ഒരുപാട് കാർഡിയോവാസ്കുലർ കണ്ടീഷനിങ് സംഭവിക്കുന്നതുകൊണ്ടാണ്. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഹാർട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. അതായത് ഒരു 40, നമ്മൾ നോർമലി ഒരു 72 അല്ലെങ്കിൽ 80 ആ ഒരു റേഞ്ചിൽ ഹാർട്ട് ബീറ്റ് ചെയ്യണം. നമ്മളുടെ നോർമൽ കണ്ടീഷനെ, നോർമൽ ബോഡിയിലെ ഫങ്ഷൻസ് ഒക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷെ അവരുടെ ഹാർട്ട് സ്ട്രോങ് ആയതുകൊണ്ട് അവർ 40 പ്രാവശ്യം ബീറ്റ് ചെയ്താലും അവരുടെ ബോഡിയുടെ നീഡ് ഒക്കെ എന്ത് ചെയ്യും? അത് കവർ ചെയ്യും. ഓക്കെ, ഹാർട്ട് സ്ട്രോങ് ആണ് എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? ആൻഡ് എങ്ങനെയാണ് പൾസ് നമ്മൾ നോക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ പൾസ് നോക്കുന്നത്? നിങ്ങൾ കയ്യിൽ നോക്കുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. റേഡിയൽ പൾസ് സാധാരണയായിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രമല്ല പൾസ് നോക്കുക. There are 9 areas in the body that allow for easy measurement of the pulse. ഓക്കെ, എവിടേക്കാണ് നമ്മൾ നോക്കാം 1 by 1 ആയിട്ട്. ഓക്കെ, സോ 1 is radial, thumb side of the wrist. നമ്മൾ ഈ റിസ്റ്റിന്റെ തമ്പിന്റെ ഭാഗത്ത്, അതാണ് റേഡിയൽ ആർട്ടറി, അവിടെയാണ് ഉള്ളത്. ഓക്കെ, ബിലോ ദി 1 inch ബിലോ ദി ബേസ് ഓഫ് ദ തമ്പ്. മോസ്റ്റ് ഫ്രീക്വന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്, സാധാരണയായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഏരിയ റേഡിയൽ ആണ്. ദെൻ ബ്രേക്കിയൽ, അതായത് ഇന്നർ ക്യൂബിറ്റൽ ഫോസ. ക്യൂബിറ്റൽ ഫോസ എന്ന് പറഞ്ഞാൽ എൽബോയുടെ ആന്റീരിയർ ആസ്പെക്ട് ആണ്. ഓക്കെ, ഇന്നർ ആസ്പെക്ട് ഓഫ് ദി എൽബോ. പൾസ് ഹിയർഡ് വെൻ ടേക്കിംഗ് ദ BP. നമ്മൾ BP നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ ബ്രേക്കിയൽ ആർട്ടറിന്റെ മുകളിൽ ഇത് വെക്കുന്ന വിവരം, സ്റ്റെതസ്കോപ്പിന്റെ വെക്കുന്ന വിവരം പറഞ്ഞിട്ടില്ലായിരുന്നോ? അതാണ്, അവിടെയാണ് ബ്രേക്കിയൽ ആർട്ടറി ഉള്ളത്. Then carotid artery at side of the neck between larynx and sternocleidomastoid. ഈ ഭാഗങ്ങളിലൊക്കെ റേഡിയലും ബാക്കിലും നോക്കാൻ വേണ്ടി പറ്റാത്ത ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്താൽ അല്ലെങ്കിൽ പിന്നെ കാനുല ഉണ്ടെങ്കിൽ അതൊന്നും നോക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും സൈറ്റ് നോക്കും. ദെൻ ഫെമറൽ ഇൻ ഗ്രോയിൻ, നമ്മുടെ തൊടയിലാണ്. where the femoral artery passes to the leg. കാലിലേക്ക് ഫെമറൽ ആർട്ടറി വരുന്ന സൈറ്റിൽ അവിടെ നോക്കും. പൊപ്ലിറ്റിൽ, ബിഹൈൻഡ് ദ നീ. പൊപ്ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നീ ജോയിന്റിന്റെ പിൻവശത്താണ്. നമ്മളെ എൽബോയുടെ മുൻവശത്ത് ഒരു സോഫ്റ്റ് ഏരിയ അല്ലേ, ഒരു അതേപോലെ എന്തുണ്ട്, മുട്ടിന്റെ പിൻഭാഗത്തൊരു ഏരിയ ഉണ്ട്. അതിനെയാണ് പൊപ്ലിറ്റിൽ ഏരിയ എന്ന് പറയുന്നത്. പൾസ് ലൊക്കേറ്റഡ് ഡീപ്ലി ബിഹൈൻഡ് ദ നീ ആൻഡ് ഫെൽറ്റ് വെൻ നീ ഈസ് സ്ലൈറ്റ്ലി ബെൻഡ്. നീ കുറച്ച് മടക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പൊപ്ലിറ്റിൽ ആർട്ടറിയിൽ കിട്ടുള്ളൂ. ഓക്കെ, പോസ്റ്റീരിയർ ടിബിയൽ ആർട്ടറി ഓൺ ദ മീഡിയൽ സർഫസ് ഓഫ് ദ ആംഗിൾ നിയർ ആംഗിൾ ബോൺ. ഓക്കെ, ആംഗിളിന്റെ മീഡിയൽ ആസ്പെക്റ്റിലാണ് എന്തുള്ളത്? പോസ്റ്റീരിയർ ടിബിയൽ ആർട്ടറി ഉള്ളത്. അവിടെ നിന്ന് നമുക്ക് പൾസ് നോക്കാൻ വേണ്ടി പറ്റും. ദെൻ ഡോർസാലിസ് പെഡിസ് ഓൺ ടോപ്പ് ഓഫ് ദ ഫുട്ട് സ്ലൈറ്റ്ലി ലാറ്ററൽ ടു ദ മിഡ് ലൈൻ. ഓക്കെ, അവിടെയാണ് എന്തുണ്ടാവുക? ഡോർസാലിസ് പെഡിസ് ആർട്ടറി ഉണ്ടാവുക. കാലിലെ ഫൂട്ടിന്റെ മുകളിൽ ലാറ്ററൽ ടു മിഡ് ലൈൻ, മിഡ് ലൈനിന്റെ അതായത് നടുവിലെ ടോയുടെ ലാറ്ററൽ ആയിട്ട് ആണ് കാണുക. ഇത് നമ്മളെ ഡയബറ്റിക് കണ്ടീഷനിലൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ഫൂട്ടിലെ സർക്കുലേഷൻ ഇമ്പയർ ആയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോർസാലിസ് പെഡിസ് ആർട്ടറിയുടെ പൾസ് ആണ് നോക്കുക. ദെൻ അപ്പിക്കൽ പൾസ്.
at apex of the heart, left of the sternum, 4th or 5th intercostal space, below the nipple. ആർട്ടില് ഡയറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ പിന്നെ 4ാമത്തെ 5ാമത്തെ റിബിന്റെ ഇടയിലായിട്ട് നിപ്പിളിന്റെ താഴെയായിട്ട് ആണ് അപ്പിക്കൽ പൾസ് നോക്കുക. ദെൻ ടെമ്പറൽ അറ്റ് ദ സൈഡ് ഓഫ് ഹെഡ് ജസ്റ്റ് എബോവ് ദി ഇയർ അല്ലേ, ഇവിടെ ആണ് നോക്കുക ടെമ്പോറൽ ഏരിയയിൽ. അങ്ങനെ 9 സ്ഥലങ്ങളിലാണ് പൾസ് നോക്കുക. ഓരോന്നിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ 9 സ്ഥലങ്ങളിലും പൾസ് റേറ്റ് വ്യത്യാസം ഉണ്ടാവുമോ അതോ സെയിം ആയിരിക്കുമോ? ഇനി ഐഡിയ സെയിം ആയിരിക്കും അല്ലേ. നമ്മളെ ഹാർട്ട് എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യണു, ഹാർട്ടിന്റെ ബീറ്റാണ് നമ്മൾ പൾസായിട്ട് ആർട്ടറിയിലൂടെ ആ ബ്ലഡ് പോകുന്ന സമയത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും എന്തായിരിക്കും, എത്ര പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലുള്ളത് അത് സെയിം റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇസ് ഇറ്റ് ക്ലിയർ? As the heart forces blood through the arteries, you feel the beats by firmly pressing on the arteries. നമ്മൾ ആ ആർട്ടറിനൊക്കെ താഴെ ഒരു ബോൺ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും നമുക്ക് നല്ലോണം പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം നമ്മൾ ഒരിക്കലും തമ്പ് യൂസ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ തമ്പിന് സ്വയം തമ്പിലുള്ള ആർട്ടറിന്റെ പൾസേഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തമ്പ് ഒരിക്കലും യൂസ് ചെയ്യില്ല. For most people, it is easiest to take the pulse at the wrist. If use the lower neck, be sure not to press too hard. നല്ലോണം കഴുത്തിലാണെങ്കിൽ നല്ലോണം പ്രസ് ചെയ്യരുത്. അതേസമയം തന്നെ രണ്ടും കൂടെ ഒന്നിച്ച് നോക്കരുത്. And now press the pulses on both sides of the lower neck at the same time to prevent blocking flow to the brain. രണ്ടും കൂടെ ഒന്നായിട്ട് അമർത്തി പിടിച്ച് വെച്ചാൽ എന്താ ഉണ്ടാവുക, ബ്രെയിനിലേക്ക് ബ്ലഡ് പോകില്ല അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ, കരോട്ടിഡ് പൾസ് ചെയ്യുന്ന സമയത്ത് 2 പൾസ് 2 കൈയും വെച്ചിട്ട് ഇനി രണ്ടിൽ ഏതാണ് വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നോക്കാന്നൊക്കെ വിചാരിച്ചിട്ട് രണ്ടും കൂടെ അറ്റ് എ ടൈം നോക്കരുത്. അല്ലെങ്കിൽ ഒന്നിച്ച് പോയിട്ട് നോക്കുന്ന സമയത്ത് സെയിം തന്നെയാണോ കിട്ടുന്നത് നോക്കാൻ വേണ്ടിയിട്ട് 2 കരോട്ടിഡ് ബ്ലോക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക, ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ കിട്ടൂല. ഓക്കെ, സോ പ്ലീസ് നോട്ട് ഇറ്റ്. സോ using the first and second fingertip, press firmly but gently on the arteries until you feel a pulse. എവിടെയാണെങ്കിലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പ്രീവിയസ്ലി 3 ഫിംഗർ ഉപയോഗിച്ചിട്ടായിരുന്നു, 1 ബ്ലോക്ക് ചെയ്യുകയും 2 ബ്ലോക്ക് ചെയ്യുകയും 1 മിഡിൽ വെച്ചിട്ട് കൗണ്ട് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 2 ഫിംഗർ ടിപ്പ് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. But gently on the arteries until you feel a pulse. Begin counting the pulse when the clock second hand is on the 12. ക്ലോക്കിൽ നമ്മൾ എപ്പോഴാണ് എണ്ണാൻ വേണ്ടി തുടങ്ങണേ, സെക്കൻഡ് സൂചി 12 ആവുന്ന സമയത്ത് മാത്രമേ നമ്മളത് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് കൗണ്ട് ചെയ്താൽ എന്താവും, നമ്മൾ എവിടുന്നേ കൗണ്ട് ചെയ്തത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, ആകെ കൺഫ്യൂഷൻ ആവും. കൗണ്ട് യുവർ പൾസ് ഫോർ 60 seconds or for 15 seconds and then multiply by 4 to calculate beats per minute. ഐഡിയലി 60 സെക്കൻഡ് തന്നെ കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ 30 സെക്കൻഡ് കൗണ്ട് ചെയ്തിട്ട് ഇൻറ്റു 2 ആണ് പറയുന്നത്. വെൻ കൗണ്ടിങ് ഡു നോട്ട് വാച്ച് ദ ക്ലോക്ക് കണ്ടിന്യൂസ്ലി. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധ വിടും. എന്നിട്ട് എന്ത് ചെയ്യും, സെക്കൻഡ് സൂചി നീങ്ങുന്നതിന്റെ ആ സൗണ്ട് നമ്മൾ ചിലപ്പം കൗണ്ട് ചെയ്തു പോകും. അതുകൊണ്ട് ഒരിക്കലും വാച്ചിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കരുത്. ഏകദേശം ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് കൗണ്ട് ചെയ്തൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു 60 ഒക്കെ കിട്ടിക്കാൻ നമുക്കറിയാം ഏകദേശം അത് അവിടെ എത്താനായിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നോക്കാം, അല്ലാതെ തീരെ നോക്കാതിരിക്കാനും പറ്റൂലല്ലോ. പക്ഷെ കണ്ടിന്യൂസ്ലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ പൾസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ പൾസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൾസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ക്ലോക്കിൽ നോക്കിയാൽ പറ്റില്ല. ഇഫ് അൺഷ്യൂർ അബൌട്ട് റിസൾട്ട് ആസ്ക് അനദർ പേഴ്സൺ കൗണ്ട്. ഓക്കെ, വേറൊരാളോട് ഷുവർ അല്ലെങ്കിൽ അധികമാണെന്നോ ഇതാണെന്നോ പറ്റ കുറവാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ പൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ തന്നെ പറ്റൂല. ഓക്കെ, സോ ഓരോരുത്തരും റേഡിയൽ ആർട്ടറിയുടെ പൾസ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ടെക്നിക്സ്, അസസ്മെന്റ് ഓഫ് പൾസിന്റെ ടെക്നിക്സ് എന്താണ്? ഫീൽ ഓവർ എ ബോണി ഏരിയ. താഴെ ഒരു ബോൺ ഉണ്ടാവും, ബോണി ഏരിയ ഉണ്ടാവും, അതായത് ഒരു ഹാർഡ് ഏരിയ ഉണ്ടാവും. അതിന്റെ മുകളിൽ ഉള്ള എന്താ പറയാ
ആർട്ടറീസിലാണ് നമ്മൾ മെഷർ ചെയ്യുക. ഡു നോട്ട് യൂസ് തമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു തമ്പിലെ ആർട്ടറിയിലെ പൾസേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അത് തെറ്റായ റീഡിംഗ് ആണ് നൽകുക. then use 2 to 3 fingers. 2 fingers ആണ് റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ലോണം അങ്ങോട്ട് സ്ക്യൂസ് ചെയ്യരുത്. ഓക്കെ, ഇത് ഫീൽ ചെയ്യാണ് വേണ്ടത്. ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ എന്താവും? ബ്ലോക്ക് ആവും. കൗണ്ട് 30 seconds ഇഫ് റെഗുലർ. പിന്നെന്ത് ചെയ്യുക? റേറ്റും റിതവും ക്വാളിറ്റിയും ഒക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. എങ്ങനെയാണ് അത്? നോർമൽ ആണോ? റിതം കണ്ടിന്യൂസ് ആണോ? അല്ലെങ്കിൽ ഇടയ്ക്ക് വിട്ടുപോകുന്നുണ്ടോ? റേറ്റ്, ക്വാളിറ്റി ഓഫ് ദ പൾസ് വളരെ ചെറിയ രീതിയിലാണോ? നമുക്ക് പിന്നെ ഫീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണോ? അല്ലെങ്കിൽ ഒരു നോർമൽ സ്ട്രോങ് പൾസ് ആണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ റെഗുലാരിറ്റി. ഇറഗുലർ ആണെങ്കിൽ കൗണ്ട് ഫോർ 1 full minute ആൻഡ് ടേക്ക് എപ്പിക്കൽ പൾസ് ഫോർ 1 minute. എപ്പിക്കൽ പൾസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹാർട്ടിലെ അല്ലെ ലെഫ്റ്റ് സൈഡിൽ നിപ്പിളിന്റെ താഴെയായിട്ട് 4th and 5th ഇന്റർകോസ്റ്റൽ സ്പേസ്, 2 റിബിന്റെ ഇടയിലുള്ള സ്പേസിൽ വെച്ചിട്ട് അപ്പിക്കൽ പൾസ് എടുക്കണം ഇറഗുലർ ആണെങ്കിൽ. അതാണ് അതിന്റെ ശരിയായ രീതി. ക്ലിയർ അല്ലേ? ദെൻ പൾസ് ആൾട്രേഷൻസ്. പൾസ് സ്ലോവർ ആണെങ്കിൽ, നോർമൽ ഹാർട്ട് ബീറ്റിനേക്കാളും സ്ലോവർ ദാൻ നോർമൽ ഹാർട്ട് റേറ്റ് ആണെങ്കിൽ എന്താണ്? അതിനെ ബ്രാഡികാർഡിയ എന്ന് പറയും. ഓക്കെ, the heart of adult at rest usually beat between 60 to 100 times a minute. 160 കുറവാണെങ്കിൽ അതിനെ, if heart beats fewer than 60 times, അതിനെ ബ്രാഡികാർഡിയ എന്ന് പറയും ഒരു മിനിറ്റിൽ. And bradycardia can be a serious problem if heart doesn't pump enough oxygen rich blood to the body. Okay, സോ ഇപ്പോഴാണ് എന്ത് ആലോചിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ലറ്റ്സിൽ 60 ബീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും? അതിന് ഓക്സിജൻ റിച്ച് ബോഡിയിലെ ബ്ലഡിനെ ബോഡിയിലേക്ക് വേണ്ടതായിട്ടുള്ള 40 പ്രാവശ്യം പിടിച്ചാലും എത്താൻ വേണ്ടി പറ്റും. അത് എന്തുകൊണ്ടാണ്? അവരുടെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ്. ഹാർട്ട് ഒരു കാർഡിയ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഹാർട്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഒരിക്കൽ 40 പ്രാവശ്യം പിടിച്ചാൽ മതി. നോർമൽ ആളുകളെ പോലെ അല്ല. അപ്പോൾ അത് നമ്മൾ ബ്രാഡികാർഡിയയിൽ പെടുത്തൂല അല്ലെ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് പറയാനുള്ള കാരണം. മനസ്സിലായല്ലോ? Then tachycardia is a common type of heart rhythm disorder. Arrhythmia എന്ന് പറയും. In which the heart beat faster than the normal while at rest. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കൂടുതൽ ബീറ്റ് ചെയ്യുന്നതിനാണ്. അല്ലാതെ ഓടി കച്ച് വന്ന സമയത്ത് അങ്ങനെയുള്ളതല്ല. ഓക്കെ, നോർമലി നമ്മൾ റെസ്റ്റിലാവുന്ന സമയത്ത് ഹാർട്ട് മോർ ദാൻ 100 times ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ടാക്കികാർഡിയ എന്ന് പറയും. സോ ടാക്കികാർഡിയ മീൻസ് ഇൻക്രീസ് ഇൻ പൾസ് റേറ്റ്. ബ്രാഡികാർഡിയ മീൻസ് ഡിക്രീസ്. ഓക്കെ, ക്ലിയർ അല്ലേ? നോട്ട് ദ ടേംസ്. ഓക്കെ, വൺ വേർഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ടാക്കികാർഡിയ, ബ്രാഡികാർഡിയ എന്നൊക്കെ എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. Tachycardia occurs when an abnormality in the heart produces rapid electrical signals that quicken the heart rate, which is normally about 60 to 100 beats at rest. In ചില കേസിൽ ബ്രാഡികാർഡിയ ഒരു പ്രശ്നവും ഉണ്ടാക്കൂല, ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഓക്കെ, നോ സിംറ്റംസ് ഓർ കോംപ്ലിക്കേഷൻസ്. Then pulse rate is influenced by exercise, age, gender, body size, physical condition, disease state, medications, emotional states such as depression, fear, anxiety and anger. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇതൊക്കെ പൾസ് റേറ്റിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് പൾസ് റേറ്റ് എന്താണെന്നും അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും അത് എവിടേക്കാണ് നോക്കുക എന്നുള്ളതും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ സ്കൂള് ഇനി തുറന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കും അല്ലേ? അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരുത്തരുടെയും പരസ്പരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഫീൽ ചെയ്യുന്നതായിരിക്കും. ദെൻ റെസ്പിറേഷൻ. എന്താണ് ഈ റെസ്പിറേഷൻ? ഒരു
നിങ്ങൾ പണ്ട് മുതലേ പഠിച്ചു വരുന്ന സംഭവമാണല്ലേ, നിങ്ങൾക്ക് അറിയാം റെസ്പിറേഷൻ എന്താണെന്ന്. അറിയില്ലേ? ആക്ട് ഓഫ് ബ്രീത്തിങ്, നമ്മൾ ശ്വസിക്കുന്നില്ലേ, അതാണ് റെസ്പിറേഷൻ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻഹെയിലിംഗ് ഓക്സിജൻ into the body and exhaling carbon dioxide. 2ാം ക്ലാസ് മുതൽ അങ്ങോട്ട് പഠിച്ച് തുടങ്ങുന്നുണ്ടാവും റെസ്പിറേഷൻ. And one respiration, also called respiratory cycle, consists of one expiration or exhalation, പുറത്തേക്ക് തള്ളുക, and one inspiration or inhalation, ഉള്ളിലേക്ക് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ എടുക്കുകയും പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതാണ് എന്ത്? എക്സ്ഹലേഷൻ ഓർ എക്സ്പിറേഷൻ. അത് രണ്ടും കൂടെ കൂടിയ ഒരു സൈക്കിളിലാണ് എന്ത്? ഒരു റെസ്പിറേറ്ററി സൈക്കിൾ. ക്ലിയർ അല്ലേ? റെസ്പിറേറ്ററി റേറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ഹൗ വെൽ ഓക്സിജൻ ഈസ് ബീയിങ് പ്രൊവൈഡഡ് ടു ദി ടിഷ്യൂസ് ഓഫ് ദ ബോഡി. റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം നമ്മൾ ശ്വസനം എടുക്കുന്നു, അതാണ് റെസ്പിറേറ്ററി റേറ്റ്. ആൻഡ് respirations are counted by watching, listening, or feeling the movement of inspiration and expiration on the patient's back, stomach or chest. നമ്മൾ പേഷ്യന്റിന്റെ വയറിൽ അല്ലെങ്കിൽ ചെസ്റ്റിൽ ഒക്കെ നോക്കിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു റെസ്പിറേഷൻസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് റെസ്പിറേഷൻ കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. When the respiration rate is taken, several characteristics should be noted. എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? അതിന്റെ റേറ്റ്, റിതം, എങ്ങനെയാണ് അത്, ഷാലോ ആണോ, ഡീപ്പ് ആണോ, ഡെപ്ത്, ആൻഡ് ക്വാളിറ്റി ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രീത്തിങ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സോ എന്താണ് ഈ റെസ്പിറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ? Respiration rate is the number of breath a person takes per minute. The rate is usually measured when a person is at rest and simply involves counting the number of breaths for 1 minute by counting how many times the chest raises. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? റെസ്പിറേറ്ററി റേറ്റ് എടുക്കുന്ന സമയത്ത് ഒരു പേഴ്സൺ റെസ്റ്റ് ഉള്ള സമയത്താണ്. ഓടിക്കച്ച് വന്നു കഴിഞ്ഞാൽ റെസ്പിറേഷൻ റേറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കൂലേ? അപ്പൊ നോർമലി നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? റെസ്റ്റിലുള്ള ആളാണ്, അവരുടെ ചെസ്റ്റ് എത്ര പ്രാവശ്യം ഉയരും താഴും ചെയ്യുന്നുണ്ട് ഉള്ളത് നോക്കിയിട്ടാണ്. നമ്മളിങ്ങനെ ഉയരും താഴും നോക്കി ഇങ്ങനെ കണ്ണു തുറിച്ച് നോക്കി നിൽക്കുകയാണെങ്കിൽ അവരുടെ റെസ്പിറേഷൻ ശരിയാവോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവരുടെ ശ്രദ്ധ അതിൽ നിന്നും റെസ്പിറേഷനും മാറ്റിയിട്ട് എന്ത് ചെയ്യാ? നമ്മൾ കൗണ്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? നമ്മൾ പൾസ് റേറ്റ് നോക്കണ പോലെ കൈ പിടിച്ചു വെക്കുക. അപ്പൊ ഒരു വിചാരിക്കും നമ്മൾ പൾസ് റേറ്റ് നോക്കുകയാണ്. നമ്മൾ പൾസ് റേറ്റ് നോക്കേണ്ടി വരും. റെസ്പിറേറ്ററി നോക്കുന്ന സമയത്ത് പൾസ് റേറ്റ് നോക്കേണ്ടി വരും. അപ്പൊ പൾസ് റേറ്റ് നോക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യില്ല? കോൺഷ്യസ് ആയിട്ട് ബ്രീത്ത് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു തെറ്റായ റിസൾട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യാം? പേഷ്യന്റിന്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി. And respiratory rate may increase with fever, illness or other medical conditions. പിന്നെ എന്തെങ്കിലും നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് നോക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു അഡൾട്ട് പേഴ്സണൽ 12 to 16 ബ്രെത്ത്സ് ആണ് എന്ത്? റെസ്പിറേറ്ററി റേറ്റ് പെർ മിനിറ്റിൽ അവർ എടുക്കുന്ന റെസ്പിറേഷൻ 12 to 16 ആണ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, റെസ്പിറേറ്ററി റേറ്റ്, നോർമൽ റെസ്പിറേറ്ററി റേറ്റ് ഈസ് 12 to 16 ബ്രെത്ത്സ് പെർ മിനിറ്റ്. എന്താണ് ഈ റെസ്പിറേറ്ററി റിതം എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് പൾസിന്റെ റെസ്പിറേഷനൊക്കെ. റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ റെഗുലർ ആൻഡ് ഈക്വൽ സ്പേസിംഗ് ഓഫ് ബ്രെത്ത്സ്. ഒരു റിതം, താളം. ഓക്കെ, അതാണ് അതിന്റെ പറയാം. ഇറ്റ് റെഫേഴ്സ് ടു ദ റെഗുലർ ആൻഡ് ഈക്വൽ സ്പേസിംഗ് ഓഫ് ബ്രെത്ത്സ്. ഇൻ റെഗുലർ റെസ്പിറേറ്ററി റിതം സൈക്കിൾസ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ അബൌട്ട് ദ സെയിം റേറ്റ് ആൻഡ് ഡെപ്ത്. ഒരേപോലെ ആയിരിക്കും ഇൻസ്പിറേഷനും expression. But with irregular breathing patterns, the depth and the amount of air inhaled and exhaled and the rate of respiration per minute will vary. Inhale ചെയ്യുന്നത് കുറച്ചായിരിക്കും, എക്സേൽ ചെയ്യുന്നത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എക്സേൽ ചെയ്യുന്നത് കുറച്ചായിരിക്കും, ഇൻഹേൽ ചെയ്യുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു നോർമൽ അല്ലാത്ത ഒരു ഇറഗുലർ ബ്രീത്തിങ് പാറ്റേൺ
ചില കേസസിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, റിതം എന്താണ്, നോർമൽ അല്ല. റിതം നോർമൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻസ്പിറേഷന്റെയും എക്സ്പിറേഷന്റെയും സെയിം ആയിരിക്കണം അല്ലെ. പിന്നെ ഡെപ്ത് എന്താണ്, റെസ്പിറേറ്ററി ഡെപ്ത് പറഞ്ഞാല് ദ വോളിയം ഓഫ് എയർ ദാറ്റ് ഈസ് ഇൻഹേൽഡ് ആൻഡ് എക്സേൽഡ്. വോളിയം എത്രയാണ്, എന്താണ്, ഷാലോ ആണോ ഡീപ്പ് ആണോ, അല്ലെങ്കിൽ റാപ്പിഡ് but shallow respirations occur in some disease conditions such as high fever, shock and severe pain. Okay, hyperventilation refers to the deep and rapid respiration. Hyperventilation എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കില്ലേ, അതിനാണ് പറയുന്നത്. Hyperventilation refers to the shallow and slow respirations. Is clear? Hyperventilation എന്ന് പറഞ്ഞാൽ ഡീപ്പ് ആൻഡ് റാപ്പിഡ് ആണ്. ഹൈപ്പോവെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലോ ആൻഡ് ലോ റെസ്പിറേഷൻ ആണ്. ദെൻ എങ്ങനെയാണ് നമ്മളിത് നോക്കുക, എന്തൊക്കെയാണ് വേണ്ടത്? പേഷ്യൻസിന് മെഡിക്കൽ റെക്കോർഡ് വേണം, വാച്ച് വിത്ത് സ്വീപ്പിംഗ് സെക്കൻഡ് ഹാൻഡ് ഉള്ള ഒരു വാച്ച് വേണം, പേപ്പറും പെന്നും വേണം. ഇത് ഈ സ്വീപ്പിംഗ് സെക്കൻഡ് ഹാൻഡ് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞാൽ അടിച്ചടിച്ച് പോകുന്നല്ല, ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോലെ, അതിനാണ് സ്വീപ്പിംഗ് സെക്കൻഡ് ഹാൻഡ് വാച്ച് എന്ന് പറഞ്ഞത്. പിന്നെ പേപ്പറും പെന്നും വേണം. ആദ്യം എന്ത് ചെയ്യണം, കൈ ചെയ്യണം, ഗ്രീറ്റ് ആൻഡ് ഐഡന്റിഫൈ ദ പേഷ്യന്റ്. എന്ത് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ് റേജിങ് പെർഫോം ചെയ്യണം. പേഷ്യന്റിനെ ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ എന്താ പറഞ്ഞ് പേഷ്യന്റ് ഈ ആളെ തന്നെ അല്ലേ, നമ്മൾ കയ്യിലുള്ള ഫയലിലുള്ള ആളെ തന്നെ അല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. എന്താണ്, ഹോസ്പിറ്റലിലാണുന്ന സമയത്ത് പേഷ്യന്റെ അടുത്ത് എന്തുണ്ടാവും, കയ്യിൽ ഒരു ഹാൻഡ് ബാൻഡ് ഉണ്ടാവും, പേഷ്യന്റിന്റെ പേരും വയസ്സും ഒക്കെ എഴുതിയിട്ട്. ഒരേ പേരുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വിസിറ്റർ ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെങ്കിൽ ഒരു ജിമ്മിലാണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റിനോട് ചോദിക്കും, പേര്, സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിക്കും. പിന്നെ അതിലുള്ള വയസ്സുണ്ടാവും, അപ്പൊ അതൊന്ന് നമ്മളൊന്ന് കമ്പയർ ചെയ്യും, ആ വയസ്സുള്ള ഈ ആൾ തന്നെയാണോ എന്ന്. കാരണം എന്താ വെച്ചാൽ ഒരേ പേരിൽ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ, ബട്ട് അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ടതാണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പേഷ്യന്റ് ഏത് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്തും വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ കേട്ടില്ലേ, പേഷ്യന്റ് മാറി ആളെ പിന്നെ കാല് മാറി കൈ മാറി ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ. അതൊക്കെ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷനിൽ വരുന്ന പ്രശ്നം കാരണമാണ്. ദെൻ അസിസ്റ്റ് ദ പേഷ്യന്റ് ഇൻ ടു എ കംഫർട്ടബിൾ പൊസിഷൻ. പേഷ്യന്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ, ലൈങ് ആണെങ്കിലും സിറ്റിംഗ് ആണെങ്കിലും ഒക്കെ പേഷ്യന്റ് കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് പ്ലേസ് യുവർ ഹാൻഡ് ഓൺ ദ പേഷ്യൻസ് റിസ്റ്റ് ഇൻ എ പൊസിഷൻ ടു ടേക്ക് ദ പൾസ്, ഓർ പ്ലേസ് യുവർ ഹാൻഡ് ഓൺ ദ പേഷ്യൻസ് ചെസ്റ്റ് ഓർ ബാക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നില്ല, നമ്മൾ കൈ വെറുതെ അവിടെ വെച്ച് ഒന്ന് പിടിച്ച്, അപ്പോൾ പേഷ്യന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വലിയ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് റെസ്പിറേഷൻ കൗണ്ട് ചെയ്യാം. കൗണ്ട് ഈച്ച് ബ്രീത്തിങ് സൈക്കിൾ ബൈ ഒബ്സർവിങ് ഓർ ഫീലിംഗ് ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ദി ചെസ്റ്റ്. നെഞ്ഞ് ഉയരുകയും പൊങ്ങുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അബ്ഡമൻ ഉയരുകയും പൊങ്ങുകയും ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം പൊന്തുകയും താഴുകയും ചെയ്താൽ എന്തായി, ഒന്നായി. അങ്ങനെ 12 to 16 ആണ് എന്ത്, റെസ്പിറേറ്ററി റേറ്റ് പെർ മിനിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. And count 1 full minute using a watch with second hand. If the rate is atypical or unusual in any way, count respiration again for another minute. എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസ് ഒക്കെ തോന്നിയാൽ എന്ത് ചെയ്യുക, വീണ്ടും ഒരു മിനിറ്റും കൂടെ റെക്കോർഡ് നോക്കുക. ദെൻ റെക്കോർഡ് ദ റെസ്പിറേറ്ററി റേറ്റ് ഫയൽ ഉണ്ടാവും, അതിൽ നമ്മൾ നോട്ട് ചെയ്യണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പൾസ് റേറ്റ് ആയാലും ശരി, റെസ്പിറേറ്ററി റേറ്റ് ആയാലും ശരി, ബ്ലഡ് പ്രഷർ ആയാലും ശരി, ടെമ്പറേച്ചർ ആയാലും ശരി, ഒക്കെ എന്ത് ചെയ്യണം, നമ്മളിതിൽ റെക്കോർഡ് ചെയ്യണം. ദെൻ പെർഫോം ഹാൻഡ് ഹൈജീൻ. ആൻഡ് ആൾട്രേഷൻസ് ഇൻ റെസ്പിറേഷൻ, റെസ്പിറേഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ്, അപ്നിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ്. നോർമൽ ബ്രീത്തിങ് ആണെങ്കിൽ അതിനെ യൂപ്നിയ എന്നാണ് പറയുന്നത്, UPNEA, യൂപ്നിയ. ആൻഡ് ഓർത്തോപീനിയ എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് പൊസിഷനിൽ മാത്രം എന്തെങ്കിലും പിന്നെ COPD, അതായത് ലങ്ങിന് എന്തെങ്കിലും
അസുഖം ഒക്കെ ഉണ്ടായാൽ, പൾമണറി ഡിസീസ് ഒക്കെ ഉണ്ടായാൽ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസാണ് COPD എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് കിടന്നിട്ട് ഒന്നും ശ്വസിക്കാനേ പറ്റില്ല, റെസ്പിറേഷൻ ചെയ്യാനേ പറ്റില്ല. ഓൺലി ഏബിൾ ടു ബ്രീത്ത് കംഫർട്ടബിൾ ഇൻ അപ്രൈറ്റ് പൊസിഷൻ. ഇരുന്നാൽ അല്ലെങ്കിൽ നിന്നാൽ മാത്രമേ അവർക്ക് ശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിനെയാണ് ഓർത്തോപ്നിയ എന്ന് പറയുന്നത്. ഡിസ്നിയ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് സെൻസേഷൻ റിലേറ്റഡ് ബൈ ദ പേഷ്യൻസ് ആസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതാണ് ഡിസ്നിയ എന്ന് പറയുന്നത്. പിന്നെ രാത്രിയിൽ അറ്റാക്സ് ഓഫ് സിവിയർ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ദാറ്റ് വേക്സ് അപ്പ് എ പേഴ്സൺ ഫ്രം സ്ലീപ്പ്. ശ്വാസം കിട്ടാണ്ട് രാത്രി ഉണരുകയാണെങ്കിൽ അതിനെ പാരോക്സിസ്മൽ നോക്ടേണൽ ഡിസ്നിയ എന്ന് പറയും. ഓക്കെ, എന്താണ്? രാത്രി ശ്വാസം കിട്ടാതെ നമ്മൾ ഉറക്കത്തു നിന്ന് ഉണരില്ലേ, ആ അവസ്ഥേനാണ് എന്ത് പറയാ, പാരോക്സിസ്മൽ നോക്ടേണൽ ഡിസ്നിയ എന്ന് പറയുന്നത്. ഡിസ്നിയ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ്. രാത്രി അത് ഉണ്ടാവുന്നതിനാണ് എന്ത് നോക്ടേണൽ എന്ന് പറയുന്നത്. Then hypopnea, increased depth of breathing. Then hyperventilation എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു increased rate or depth or combination of both. Hypo എന്ന് പറഞ്ഞാൽ decreased rate or depth or combination of both. Then tachypnea, നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്കികാർഡിയ അല്ലേ, അതേപോലെ tachypnea, increased frequency of respiration. റെസ്പിറേറ്ററി റേറ്റ് കൂടുതലാവുകയാണെങ്കിൽ അതിനെന്തു പറയും? ടാക്കിപ്നിയ എന്ന് പറയും. So I hope you know now all the vital signs. Thank you for listening.